ഹലോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ വീട് വെച്ച് കഴിഞ്ഞിട്ട് ആ പ്ലോട്ടിൽ പിന്നീട് വളരെ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ സ്ഥലത്ത് ഞങ്ങളൊരു മുരിങ്ങയും ഒരു കറിവേപ്പും ഒരു ആര്യവേപ്പും വച്ച് വളർത്തിയിരുന്നു കേട്ടോ. പിന്നീട് പല സാഹചര്യങ്ങളിലായിട്ട് ആ 3 മരവും വെട്ടിക്കളയേണ്ടി വന്നു. ഒരു വീടുണ്ടെങ്കിൽ ആ വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു 3 മരങ്ങളാണ് നമ്മളും വെച്ച് പിടിപ്പിച്ചത്. മുരിങ്ങയും ആര്യവേപ്പും കറിവേപ്പും. പക്ഷേ അത് മുറിച്ച് കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമായി. അത് മുറിച്ച് കളയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാലേ, നമ്മുടെ മുരിങ്ങ അങ്ങോട്ട് വളർന്ന് വലുതായിട്ട് ലൈൻ കമ്പിയിലേക്ക് മുട്ടി. ഒരു തവണ മുരിങ്ങ മുറിക്കാൻ വേണ്ടി കയറിയപ്പോഴേ ലൈൻ കമ്പിയിൽ മുട്ടി ഷോക്ക് ഓടിച്ചു. ഭാഗ്യത്തിനാണ് അന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് റിസ്ക് ആണല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ആ മുരിങ്ങ അങ്ങ് മുറിച്ച് കളഞ്ഞു കേട്ടോ. അടുത്തത് ആര്യവേപ്പ്. അത് വെച്ചത് ഈ കിണറിനും വീടിനും അടുത്തായിരുന്നേ. അത് വലിയ മരമാവുന്നതുകൊണ്ട് അതിൻ്റെ വേരിറങ്ങിയിട്ട് കിണറിനും വീടിനും ഒക്കെ ദോഷമാകുമെന്ന് പറഞ്ഞിട്ട് അതും മുറിച്ച് കളഞ്ഞു. അടുത്തത് കറിവേപ്പ്. അതും ഈ പറഞ്ഞ പോലെ വളർന്ന് വലുതായി അടുത്ത വീട്ടിലേക്കൊക്കെ ബ്രാഞ്ചസ് പോയി അവിടെയുള്ള ചെടികൾക്കൊക്കെ സൂര്യപ്രകാശം കിട്ടാണ്ടായി. പിന്നീട് ഞങ്ങൾ ടൈലിട്ട് കഴിഞ്ഞപ്പോൾ അത് ഞങ്ങളങ്ങ് നിർത്തിയില്ല, അത് മുറിച്ച് കളഞ്ഞു. മുരിങ്ങ മുറിച്ച സമയത്ത് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു 5 സെൻറ്റൊന്നും പോരാ, കുറച്ചധികം സ്ഥലം വേണം അങ്ങനെ ഞങ്ങൾക്ക് അന്ന് കയ്യിൽ ക്യാഷൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കുറച്ചധികം സ്ഥലം വേണം. അത് പക്ഷേ കുറച്ച് ദൂരത്തേക്ക് പോയിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഒരുപാട് കൈകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നു. ആ കറക്റ്റ് സമയത്ത് ആ പൈസയൊക്കെ റെഡിയായി. ആ പ്ലോട്ട് ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ആ പ്ലോട്ടിൽ ഞങ്ങൾ മേടിക്കുന്ന സമയത്ത് എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റി ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഞങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടിയത്. നമ്മളുടെ അധ്വാനത്തിൻ്റെയും നമ്മളുടെ ഇഷ്ടം, നമ്മുടെ പാഷൻ, അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഒരു 100-ലധികം ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് നമ്മളുടെ ഈ പ്ലോട്ടിലുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ഇവരെല്ലാം നമുക്ക് കായകളും ഫ്രൂട്ട്സും ഒക്കെ തിരിച്ചു തരുന്നുണ്ട്. ഓരോന്നും പല പല സമയങ്ങളിലാണ് നമ്മൾ വെച്ച് വളർത്തിയത്. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നും അത്ര ഈസി ആയിരുന്നില്ല. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 അവർ ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പോകുമ്പോൾ 1 അവർ അങ്ങോട്ടും 1 അവർ ഇങ്ങോട്ടും എങ്ങനെയായാലും ട്രാവലിങ്ങിന് പോകും. പിന്നീട് ഒരു 1 അവറെങ്കിലും മിനിമം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടിയും വരും. ഞങ്ങൾ ഈ പ്ലോട്ട് മേടിച്ചപ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാർ പലരും വിചാരിച്ചത് വെറുതെ മേടിച്ചിടുകയാണ്, ഇതൊക്കെ ആദ്യത്തെ ഒരു ശുഷ്കാന്തി മാത്രമേ ഉള്ളൂ, ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന്. ഞങ്ങൾ ഈ പ്ലോട്ട് മേടിച്ചിട്ട് ഇപ്പോൾ 5 വർഷമായി. ദൈവം സഹായിച്ച് ഞങ്ങൾക്കത് ഇത്രയൊക്കെ ആക്കിയെടുക്കാൻ പറ്റി. അതുപോലെ നമ്മളിതുണ്ടാക്കുന്നത് നമ്മൾ തന്നെ കഴിക്കുകയല്ല, നമ്മുടെ എല്ലാ വേണ്ടപ്പെട്ടവർക്കും നമ്മൾ കൊടുക്കും, നമ്മുടെ റിലേറ്റീവ്സിന്, നമ്മുടെ അടുത്തുള്ളവർക്ക്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പങ്ക് അവർക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഫാമിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കൊടുത്തു വിടാറുണ്ട് കേട്ടോ. ഞങ്ങൾ 2 പേരും IT പ്രൊഫഷണൽസ് ആണേ. ഞങ്ങൾക്ക് കിട്ടുന്ന ശനിയാഴ്ചകളും ഞായറാഴ്ചകളും ഒക്കെ ഞങ്ങളിവിടെ പോയി അങ്ങനെ ഉണ്ടാക്കിയെടുത്താണിത്. പിന്നെ നമ്മൾ അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെക്കും. ചെടികൾക്ക് വളമിടാനൊക്കെ ആൾക്കാരുണ്ട് അവിടെ അടുത്ത്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ അവർ വരും, നമ്മൾക്ക് അത് ചെയ്തു തരും. പിന്നെ നമ്മൾ തന്നെ പോയിട്ട് വളം ഒഴിക്കും, വെള്ളം ഒഴിക്കും. അങ്ങനെ വേനൽക്കാലത്ത് നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. ഇടയ്ക്ക് ലീവൊക്കെ എടുത്ത് പോകേണ്ടി വരും. പിന്നെ ഇതുപോലെ നിറയെ പുല്ലൊക്കെ വരുമ്പോൾ നമ്മൾ പോയിട്ട് ആൾക്കാരെ വെച്ചിട്ട് പുല്ല് മുറിപ്പിക്കും. ഇപ്പോൾ 2 ദിവസമൊക്കെ മഴ കിട്ടുകയാണെങ്കിൽ വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ പോകണ്ടല്ലോ, 2 ദിവസം കഴിഞ്ഞ് പോയാൽ മതിയല്ലോ. വെയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കാകെ ടെൻഷനാണ്. നമ്മളവിടെ അയൽവക്കത്തെ ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കും, എന്താ ഈ ചെടികളുടെ അവസ്ഥ, വല്ല മഴക്കോളുണ്ടോ, മഴ കിട്ടുമോ, അങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങൾ വെറുപ്പിക്കും അവരെ. പുല്ല് മുറിക്കുന്ന 2 മെഷീനും മേടിച്ചു. ഒന്ന് നമ്മൾ പെട്രോളിൽ വർക്ക് ചെയ്യുന്നത്, ഒന്ന് ഇലക്ട്രിക്കിൻ്റെ. ഇത് ഇടയ്ക്ക് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് ടൂൾസ് മേടിച്ചു. അതൊക്കെ നമ്മളിങ്ങനെ ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. കിണറുണ്ടായിരുന്നില്ല, പ്ലോട്ടിൽ കിണർ കുഴിച്ചു. പിന്നെ മതിലൊന്നും ഉണ്ടായിരുന്നില്ല, മതിലെല്ലാം കെട്ടി 2 ഗേറ്റൊക്കെ വെച്ചു. ഇപ്പോൾ നമുക്ക് എല്ലാ സമയങ്ങളും ഇഷ്ടം പോലെ പപ്പായ കിട്ടുന്നുണ്ട്. പിന്നെ ചക്ക, ഇപ്പോൾ മുറിക്കുന്ന ചക്ക കണ്ടില്ലേ. ഈ ചക്കയൊക്കെ കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഭയങ്കര കൊതിയുള്ള ആൾക്കാരാണ് ചക്കയ്ക്ക് ഞങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ കൊതിച്ചിരിക്കും. ചക്ക ഞങ്ങൾ മേടിച്ച് കഴിക്കും കേട്ടോ, പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സിന് ഇപ്പോൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തരും. പിന്നെ ക്യാഷ്യൂ ഒക്കെ നമുക്ക് ഇങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതുപോലെ ഒരു പറമ്പിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടായി കിട്ടുമെന്ന്. അതൊക്കെ നമുക്കിഷ്ടം പോലെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മുംബൈയിൽ നിന്ന് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ട് ഈ ക്യാഷൊക്കെ ഒത്തിരി അവർ പറിച്ചുകൊണ്ട് പോയി. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുപോലെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ നമ്മുടെ പ്ലോട്ടിൽ വരാനും ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ ജനറേഷൻ ഈ ക്യാഷ് നമ്മൾ ഈ ലുലുമാളിൽ നിന്നൊക്കെ മേടിച്ച് അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ച് കണ്ടിട്ടല്ലേ ഉള്ളൂ. ഒരു മരത്തിൽ ഇതെങ്ങനെ ഉണ്ടാവണേ അതൊന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതിയൊരു കാഴ്ച കാണുന്ന പോലെയാണ്.
എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഇഷ്ടംപോലെ ഞങ്ങളുടെ പറമ്പിലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഈ കാഷ്യൂ ഒക്കെ ഞങ്ങൾ ഇതുപോലെ പറിച്ച് കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഡെയിലി നമുക്ക് പപ്പായ കിട്ടാറുണ്ട്. ഇങ്ങനെ പപ്പായ ഒരു പപ്പായയുടെ കാലാവധി കഴിയണതിന് മുന്നേ തന്നെ അടുത്ത പപ്പായ നമ്മൾ വെക്കും. എന്നാലേ അത് വളർന്ന് വലുതായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പപ്പായ കിട്ടുള്ളൂ. റെഡ് ലേഡിയുടെ ഒരുപാട് ഇനത്തിലുള്ള പപ്പായയാണ് നമ്മൾ വെക്കുന്നത്. അത് നമ്മൾ കുരുമുളപ്പിച്ച് നമ്മൾ വെക്കാറില്ല, തൈയായിട്ട് തന്നെ മേടിച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വളർച്ചയൊക്കെ ഉണ്ടാവാറുണ്ട്. ഇഷ്ടംപോലെ വളം നമ്മളിട്ട് കൊടുക്കുന്നതുകൊണ്ട് നിറയെ നമുക്ക് ഇതുപോലെ പപ്പായ കിട്ടാറുണ്ട്. ആദ്യമൊക്കെ നമ്മൾ പപ്പായ എക്സസ് വരുമ്പോൾ നമ്മൾ കടകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ എക്സസ് ഒന്നുമില്ല, അധികം പപ്പായ മരങ്ങളും ഇല്ല, നമുക്ക് കഴിക്കാനുള്ളത് ആവശ്യത്തിന് കിട്ടും. ഇപ്പോൾ ചക്ക ഈ സീസണിൽ അത്യാവശ്യം ഉണ്ടായി കിട്ടുന്നുണ്ട്. വിയറ്റ്നാം മൗലി ചക്കയാണ്. ഇപ്പോൾ 2 പ്ലാവിലും അത്യാവശ്യം നിറയെ ചക്ക ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ചക്കയും ആയിട്ടുണ്ടേ. ചിലതൊക്കെയൊക്കെ നമ്മൾ പഴുക്കണതിന് മുന്നേ മുറിച്ചിട്ട് ഇടിഞ്ചക്കയായിട്ട് കറിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ 2-3 കേടായിട്ട് പോയി. അതും ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫംഗസ് ബാധിച്ചിട്ട്. അത് മഴയുടെ സീസണിലുണ്ടായ ചക്കയ്ക്ക് മിക്കതിലും ഫംഗസ് ബാധ ഉണ്ടായിരുന്നു, അതങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ ഈ ചക്കയിലാണെങ്കിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അത് വേരിലാണ് ഉണ്ടായിരിക്കുന്നത്. അത് ഒരെണ്ണം ഞങ്ങൾ ഈ അടുത്ത് പറിച്ചു, വലുതായി കഴിഞ്ഞപ്പോൾ. ഇത് രണ്ടും വിയറ്റ്നാം മൗലി ചക്കയാണ്, അടുത്തടുത്ത് നിൽക്കുകയാണ്. ഇതൊരു പ്രാവശ്യം ഇതിൻ്റെ കൊമ്പൊന്ന് മഴയത്ത് ഒടിഞ്ഞു പോയി, പിന്നീട് അത് അത്യാവശ്യം നന്നായി കീറി വന്നു. ഈ കാണുന്നതാണെങ്കിൽ ചാമ്പങ്ങയാണ്, നാടൻ ചാമ്പങ്ങ. അത് പുളിയുണ്ട്, ചെറിയൊരു മധുരമുണ്ട്. അതും ഞങ്ങൾ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. നന്നായിട്ടുണ്ടായി. ഈ തവണയാണ് ആദ്യമായിട്ടുണ്ടായത്. അതൊരു 3-4 തവണ നമുക്കത് ഉണ്ടായി കിട്ടിട്ടോ. ഇതുണ്ടായി കിടക്കണ കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയാണ്, ഒരു സന്തോഷമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് പറിച്ച് കഴിക്കുമ്പോഴുള്ള ഫീലിങ്സ്. അപ്പോൾ നമുക്ക് ഈ സീസണിൽ അത്യാവശ്യം നിറയെ ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ പ്ലോട്ടിൽ ഒരുപാട് ചെടികൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു 4-5 വെറൈറ്റി റംബൂട്ടാനുണ്ട്, ഫുലാസാൻ വെച്ചിട്ടുണ്ട്, ദുരിയാൻ വെച്ചിട്ടുണ്ട്, പിന്നെ സീതപ്പഴം, പിന്നെ റൊളീനിയ, ഒത്തിരി വെറൈറ്റി ചാമ്പങ്ങ, ഒത്തിരി വെറൈറ്റി പേരയ്ക്ക, കുരുമുളക്, ഒത്തിരി അടയ്ക്ക, 5-6 തെങ്ങ് വെച്ചിട്ട് അതെല്ലാം പോയിട്ടോ. തെങ്ങ് പിടിച്ചില്ല നമ്മുടെ ഇതിൽ. ഒരു കാഷ്യൂ, പിന്നെ ചിക്കു 2 പിന്നെ 4-5 പ്ലാവ്, ഒരുപാട് ഇനത്തിലുള്ള മാവ്, ഒത്തിരി നാരങ്ങകൾ, പിന്നെ ബബ്ലൂസ് നാരങ്ങ, ഓറഞ്ച്, പിന്നെ ഒത്തിരി പേര് കേൾക്കാത്തതും കേട്ടതും ഒക്കെ അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. സൂറിനാം ചെറി, പിന്നെ അസറോള ചെറി, പിന്നെ പ്ലം, മറ്റേ റെയിൻ ഫോറസ്റ്റ് പ്ലം, പിന്നെ ഇത് ലുബിക്കയുടെ തന്നെ പല വെറൈറ്റി ലുബിക്കയുണ്ട്, പിന്നെ മുള, പിന്നെ മട്ടോവ, ഒരുപാട് വാഴയുടെ ഇനം, മംഗുസ്റ്റ്യൻ, ലോങ്ങൻ, വേറാപ്പിള്, വാളൻപുളി, കൊടംപുളി, ഞാവൽ, നെല്ലിക്ക, അരിനെല്ലിക്ക, ഫുലാസൻ, അവക്കാഡോ. ഇത്രയൊക്കെ ഇപ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നുള്ളൂ. ഈ 100 പ്ലാന്റ്സ് എന്ന് പറഞ്ഞത് 100 വെറൈറ്റി അല്ല കേട്ടോ. അപ്പോൾ ഈ പേരക്കയിൽ തന്നെ പല വെറൈറ്റി ഉണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പേരയ്ക്ക എടുക്കുകയാണെങ്കിൽ അർക്കാക്കരൺ, അലഹബാദ് സഫേദി, പിന്നെ VNR ബിഹി, ക്രിംസൺ റെഡ്, തായ്വാൻ പിങ്ക്, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ മാവിലാണെങ്കിലും കുളമ്പ്, കിളിച്ചുണ്ടൻ മാവ്, അൽഫോൺസ, ഒരുപാട് ഇനമില്ലേ. അങ്ങനെ പ്ലാവിലാണെങ്കിലും ഒരുപാട് ഇനം, ഈ പറഞ്ഞ പോലെ റംബൂട്ടാനിൽ തന്നെ ഒത്തിരി ഇനമുണ്ട്, അതെല്ലാം വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഈ വെറൈറ്റി എന്ന് പറഞ്ഞത്. നമ്മുടെ ഈ ചാനൽ മെയിനായിട്ട് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ചെടികളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫാമിൻ്റെ വിശേഷങ്ങളും ടെറസിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.